കണ്ണൂർ ചെറുപുഴയിൽ പ്രളയമുഖത്തെ രക്ഷാപ്രവർത്തനത്തിനിടെ സ്വന്തം ജീവൻ ബലി നൽകിയ ആർ രാജേഷിനോട് അനാദരവ്. രാജേഷിന്റെ മൃതദേഹം തിരുവനന്തപുരത്തെ വീട്ടിലെത്തിച്ചത് ാണ് അനാസ്ഥ സംഭവിച്ചത്. ഫ്രീസർ സംവിധാനമില്ലാത്ത ആംബുലൻസിലാണ് എംബാം ചെയ്യാത്ത മൃതദേഹം തൃശൂർ ചാവക്കാട് വരെ എത്തിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് എത്തിച്ച മൃതദേഹം വഴിയിൽ വെച്ച് മറ്റൊരു ആംബുലൻസിൽ കയറ്റുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. വഴിയരികിൽ വെച്ച് മൃതദേഹം മറ്റൊരു ആംബുലൻസിലേക്ക് മാറ്റുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആംബുലൻസ് ഡ്രൈവർമാരായ മുഹമ്മദ് നിയാസും മുഹമ്മദ് തൻവീറുമാണ് ഗുരുതര അനാസ്ഥയെക്കുറിച്ച് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഫ്രീസറില്ലാത്ത വണ്ടിയിലാണ് അവർ ആ ബോഡി കൊണ്ടുവന്നത്. അപ്പോൾ ബോഡി ഡാമേജ് ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളോട് ഫ്രീസറിലെ വണ്ടി അറേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞത്. ഞാൻ ചെറിയ വണ്ടിയാണ് ഓടിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരനെ വിളിച്ച് അറേഞ്ച് ചെയ്യുകയായിരുന്നു. അവൻ ആ നേരത്ത് രാത്രി 1:30 ഉണ്ട്. അപ്പോൾ ഒരു 3-4 പേരെ കൂട്ടിയിട്ടാണ് ഫ്രീസർ എടുത്തിട്ട് വന്നത്. ഒരു 1/4 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് അവിടെ സ്പോട്ടിൽ എത്തിയിട്ട് ബോഡി മാറ്റി കയറ്റി പോയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് അവർക്ക് എംബാമിങ് ആയാലും ചെയ്തിട്ട് വിടാമായിരുന്നു. നമ്മളിപ്പോൾ സ്വാഭാവികമായി മരിച്ചാൽ പോലും നമ്മൾ ഇത്ര ദൂരെ പോകുമ്പോൾ എന്തായാലും നമ്മൾ ഫ്രീസർ യൂസ് ചെയ്യും. ഫ്രീസർ യൂസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകാറില്ല. ഇത്ര 3 ദിവസം പഴക്കമുള്ള ബോഡി പിന്നെ എന്തായാലും അതില്ലാണ്ട് പറ്റില്ല, ഫ്രീസറിലാണ്ട് പറ്റില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ അങ്ങനെ ആരും ചെയ്യുന്ന ഞാൻ അതിൽ കണ്ടിട്ടില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകണത്. പിന്നീട് ഇതിൻ്റെ പൈസ നിങ്ങൾക്ക് തന്നത് മറ്റു എങ്ങനെയാണ്? അത് ആംബുലൻസിൻ്റെ ഡ്രൈവറാണ് നമുക്ക് പേയ്മെൻറ്റ് തന്നിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.